ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഗോവയിലെ രണ്ടാമത്തെ ദിവസമാണ്. ഇന്ന് നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ വാട്ടർ ആക്ടിവിറ്റീസ് ആണ്. വാട്ടർ ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ ഉണ്ടെന്നല്ലേ, സ്കൂബ ഡൈവിംഗ്, ജെറ്റ് സ്കീ, സ്നോർക്ലിംഗ്, പാരാസെയിലിംഗ്, ഒരുപാട് പരിപാടികളുണ്ട്. നമ്മൾ കടലിനടിയിലേക്ക് പോകുമ്പോഴേ ഈ മീനുകളുണ്ടല്ലോ നമ്മളെ പൊതിയും. എങ്ങനെയുണ്ട് ജെറ്റ് സ്കീ? എങ്ങനെയുണ്ട്? ആക്ച്വലി നമ്മുടെ ബക്കറ്റ് ലിസ്റ്റിലുള്ള പരിപാടിയാണ് ഈ വാട്ടർ ആക്ടിവിറ്റീസ് പറഞ്ഞത്. ഗോവയിൽ വന്നിട്ട് വാട്ടർ ആക്ടിവിറ്റീസ് ചെയ്തില്ലെങ്കിൽ അത് വലിയൊരു നഷ്ടമല്ലേ. രാവിലെ തന്നെ നല്ല ചൂട് മാഗി. ഏതാ, നമ്മൾ ആൾറെഡി രാവിലെ ഫുഡ് കഴിച്ചായിരുന്നു. പിന്നെ ഇവിടെ വന്നപ്പോൾ ചെറിയൊരു വിശപ്പ്. സത്യം പറഞ്ഞാൽ ഞാൻ എക്സൈറ്റഡ് ആണ്. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ സ്കൂബ ഡൈവിംഗ് ആയാലും പാരാസൈലിംഗ് ഒക്കെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്, ഭയങ്കര ഒരു സന്തോഷമുണ്ട്. എന്താവും എന്നറിയില്ല, എന്തായാലും പോയി എക്സ്പീരിയൻസ് ചെയ്യാം. ഇതാണ് ഗായ്സ് നമ്മളെ ബോട്ടിലേക്കുള്ള ഒരു വഴി എന്ന് പറയുന്നത്. നമ്മളെ ബോട്ട് ഇതോടെ കിടപ്പുണ്ട്. യെല്ലോ കളറാണ് നമ്മളെ ബോട്ട്. ആരും കയറിയിട്ടില്ല. ഞാൻ എന്തായാലും ചുമ്മാ ഒന്ന് അങ്ങോട്ട് പോയി നോക്കാം. വ്യൂ നോക്ക് ഗൈസ്, ഒരു രക്ഷയില്ലല്ലേ. എന്തായാലും ബോട്ടിനകത്തോട്ടൊന്ന് കയറി നോക്കാം. അതിൻ്റെ മണ്ടതിക്കുമ്പോൾ പേടിയാവുന്നുണ്ട് ഗൈസ്. അങ്ങോട്ടോ ഇങ്ങോട്ടോ ആയാൽ താഴോട്ട് പോകും. അതെങ്ങനെ ഇറങ്ങും? അയ്യോ അയ്യോ, ഇതാണ് ബോട്ടിൻ്റെ ഉൾവശം എന്ന് പറയുന്നത്. ഗസ്റ്റ് ഒന്നും വന്നിട്ടില്ല, ഗസ്റ്റ് എന്നൊക്കെ വരുന്നേ ഉള്ളൂ. നമുക്ക് കാണാൻ നോക്കാം. ഗസ്റ്റൊക്കെ വരുന്നേ ഉള്ളൂ. നമ്മളാണ് ഫസ്റ്റ് ബോട്ടിൽ കയറിയത്. ഇതാണ് ഇവരുടെ സമൂസ. നമ്മുടെ നാട്ടിൽ കിട്ടും പോലെ അല്ല. നമുക്ക് ഉച്ചയ്ക്കുള്ള ഫുഡ് ഒരു ബോട്ടിൽ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് പുറത്തു പോയി കഴിക്കേണ്ട ആവശ്യം വരില്ല. അങ്ങനെ ഫൈനലി നമ്മളെ ബോട്ട് എടുത്തു ഗൈസ്. മൊത്തവും വെള്ളം. നമ്മളും നമ്മളെ ബോട്ടിന്റെ മുകളിൽ കയറി ഇങ്ങനെ നോക്കണം. ഇത് സത്യം പറഞ്ഞാൽ അങ്ങനെ ആർക്കും കിട്ടുന്ന ഒരു ഭാഗ്യമല്ല. സൂര്യനുണ്ട്, നല്ല വെയിലുണ്ട്, അതിലൊന്നും ഒരു ഇതും ഇല്ല. വെയിലൊക്കെ എന്താ അല്ലേ, ഈ കാഴ്ചയുടെ മുമ്പിൽ വെയിലൊന്നും ഒന്നുമല്ല. നമ്മള് വെയിലുള്ള കാര്യം മറന്നു സത്യം പറഞ്ഞ. അടിപൊളി. ഇതിന്റെ മണ്ടയിൽ കയറി നിൽക്കുമ്പോൾ വേറെ എന്തോ ഒരു ഫീല്. സത്യം പറഞ്ഞാൽ ഗോവയ്ക്കുണ്ടല്ലോ ഓരോ സ്ഥലത്തും ഓരോ നേച്ചറാണ്. നമുക്ക് കാണുമ്പം ഇപ്പം ഇവിടെ ഇങ്ങനെ ആയിരിക്കും, വേറൊരു സ്ഥലത്ത് നിന്ന് കഴിഞ്ഞാൽ വേറൊരു ലെവലിലായിരിക്കും അവിടുത്തെ നേച്ചറൊക്കെ ഇരിക്കുന്നത്. ഞാൻ പണ്ടൊക്കെ വിചാരിച്ചു ബഡ്ജറ്റായിട്ട് എങ്ങനെ ഗോവയ്ക്ക് പോയിട്ട് വരുമെന്നാണ്. അത്ര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊന്നും ഒരിക്കലും പോയിട്ട് വരാൻ നമുക്കിപ്പോൾ സാധാരണ ഇതിൽ ചിന്തിക്കുമ്പോൾ നമുക്ക് പറ്റില്ല. പക്ഷേ ഞാൻ ഡെഫിനറ്റ് ആയിട്ട് ഞാൻ നിങ്ങളുടെ ഒരു കാര്യം പറയുന്നത് വെച്ചാൽ, നിങ്ങൾ ഇപ്പോൾ ഗോവയെ പോലുള്ള സ്ഥലം എന്ന് പറയുമ്പോൾ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ്, പ്രോപ്പർ ഇന്ത്യയുടെ തന്നെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ്. ഇവിടെ നമ്മളിപ്പോൾ പരിചയമില്ലാതെ ചാടിക്കഴിഞ്ഞാൽ നമ്മളെ വലിപ്പിക്കാൻ ഇഷ്ടം പോലെ ആൾക്കാർ. അക്കോമഡേഷന്റെ കേസിലായാലും ഫുഡിന്റെ കേസിലായാലും നമ്മുടെ ട്രാവൽ പാക്കേജസിന്റെ കേസിലായാലും സ്കാം ഒക്കെ ആയിരിക്കും. പക്ഷെ അവിടെ നമുക്ക് ജെന്യൂൻ ആയിട്ടുള്ള ഒരു പാക്കേജ് നമുക്ക് കിട്ടുവാണെന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ ഭയങ്കര അടിപൊളിയായി. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യം അതാണ്. നമുക്ക് ഒരു അടിപൊളി പാക്കേജ് ബിലാൽ ബ്രോ നമുക്ക് അത് തന്നെ, അത് നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് തന്നെ. കാരണം നമുക്ക് ഒന്നിനും ഇതൊരു കുറവ് വന്നില്ല, നമ്മൾ പറയുന്ന പോലെ കാര്യങ്ങൾ. കടല് കാണുമ്പോൾ തന്നെ നല്ല പേടിയാവും ഗായ്സ്. അങ്ങനെ നമ്മൾ വാട്ടർ ആക്ടിവിറ്റീസ് ചെയ്യാൻ പോകുന്ന സ്ഥലത്ത് എത്തിയേക്കുവാണ്. എല്ലാരും അവിടെ കൂടി നിൽപ്പുണ്ട്. നമുക്ക് അങ്ങോട്ട് പോയിട്ടാണ് നമ്മൾ ബാക്കി വാട്ടർ ആക്ടിവിറ്റീസ് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുക. ഫസ്റ്റ് വാട്ടർ ആക്ടിവിറ്റീസ് ആണ് പറയുന്നത്, അത് കഴിഞ്ഞിട്ടാണ് സ്കൂബ വരുന്നത്. സ്കൂബ ചെയ്യാൻ നമുക്ക് ഉള്ളിലോട്ട് പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് ജെറ്റ് സ്കീ ആണ്.
ഗായ്സ് അടുത്തത് മൻസൂറാക്കയാണ് ജെറ്റ്സ്കി ചെയ്യാൻ പോകുന്നത്. പോയിട്ടുണ്ട് ഗായ്സ്. എങ്ങനെയുണ്ട് ജെറ്റ്സ്കി? എങ്ങനെയുണ്ട്? രക്ഷയില്ലല്ലേ? പറപ്പിച്ച് ആരും രക്ഷയില്ല. അടിപൊളി. അടുത്ത റൈഡുണ്ട് ഗായ്സ്. അടുത്തത് ബമ്പർ റൈഡാണ്. ഗായ്സ് അങ്ങനെ ബമ്പർ റൈഡ് കഴിഞ്ഞ അടുത്ത ബനാന റൈഡ് കയറാതിരിക്കുകയാണ്. അത്യാവശ്യം നല്ല വെയിലുണ്ട്, പക്ഷേ നമ്മൾ ഈ ഒരു എൻജോയ്മെന്റിന്റെ ഇടയിൽ ഇതൊക്കെ മറന്നു. സത്യം പറഞ്ഞ നല്ല വെയിലുണ്ട്. ഈ വെയിലൊക്കെ എന്താ അല്ലേ, അടിച്ചു പൊളിക്കുക. വെള്ളത്തിൽ നിന്ന് പൊങ്ങി എണീറ്റ് വന്ന് കണ്ണാടി കൊണ്ട് കളഞ്ഞു. എവിടാ കണ്ണാടി? നമ്മളാണെന്ന് ആദ്യം ബോർഡിലേക്ക് എത്തണം. ബാക്കി എല്ലാവരും അവരവരുടെ ആക്ടിവിറ്റീസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. നമ്മൾ നടന്നാണ് നമ്മൾ ബോർഡിന്റെ അടുത്ത് എത്തി. കഴിച്ച് നമ്മൾ ആക്ടിവിറ്റീസ് എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോവാണ്. എല്ലാവരും ബോർഡിനകത്ത് കയറിയിട്ടുണ്ട്. അപ്പൊ ഇവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് അടുത്തത് സ്കൂബ ഡൈവിങ്ങും പാരാസെയിലിംഗ് ഉണ്ട് ഗൈസ്. ഗൈസ് അപ്പൊ നമ്മൾ പാരാസെയിലിംഗ് ചെയ്യാൻ പോവാണ്. ബോട്ടിൽ നിന്ന് മാറി കയറി ഗായ്സ്. എൻ്റെ ലൈഫിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് പാരാസെയിലിംഗ് ചെയ്യുന്നത്. പക്ഷേ എൻ്റെ ലൈഫിൽ ബെസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു ഞാൻ പറയും. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ പാരച്യൂട്ടിൽ ഇങ്ങനെ പറക്കുമ്പോണ്ടല്ലോ, നമ്മൾ ഏകദേശം ആകാശത്തിൻ്റെയും കടലിൻ്റെയും നടുക്കാണ്. സത്യം പറഞ്ഞ ഒരു പക്ഷിയെ പോലെയാണ് നമ്മൾ ആകാശത്തോടെ പറന്ന് നടക്കുന്നത്. ആ ഒരു എക്സ്പീരിയൻസ് ഒരു രക്ഷയില്ലാത്ത എക്സ്പീരിയൻസ് ആണ് ഗായ്സ്. സത്യം പറഞ്ഞാൽ ഏറ്റവും പേടിയുള്ള കാര്യം എന്താണെന്നറിയോ, ഇടയ്ക്കിടയ്ക്ക് അവർ വെള്ളത്തിൽ മുക്കും. സത്യം പറയാമല്ലോ, ജീവനങ്ങ് പോയൊരു ഫീലാണ്. പക്ഷേ നമുക്കൊരു ധൈര്യമുണ്ട്, കാരണം നമ്മളതിൽ ജാക്കറ്റും കാര്യങ്ങളുള്ളതിൻ്റെ ധൈര്യമുണ്ട്. നിങ്ങൾക്ക് ലൈഫിൽ പാരാസെയിലിംഗ് ചെയ്യാൻ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ മസ്റ്റായിട്ട് പാരാസെയിലിംഗ് ചെയ്യാൻ നോക്കുക. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ലൈഫിൽ കിട്ടിയിട്ടുള്ളതിൽ വെച്ച് ബെസ്റ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഗായ്സ് അപ്പോൾ നമ്മൾ പാരാസെയിലിംഗ് പരിപാടി കഴിഞ്ഞു ഗായ്സ്. അടുത്ത് നമ്മൾ സ്കൂബയാണ്. സ്കൂബ പാരാസെയിലിംഗ് ഒരു രക്ഷയില്ല. മുകളിലത്തുള്ള വിഷ്വൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റാത്തതിൽ ഒരു ഗോപ്രോ ഇല്ലാത്തോണ്ട് മുകളിലത്തൊക്കെ സത്യം പറയാൻ താഴത്ത് മുകളിലോട്ട് നോക്കണല്ല, മൊത്തം കാണാം. ചുറ്റും കാട്ടലും തല ഇറങ്ങണം. ഗായ്സ് ഒരു കാഴ്ച കാണിച്ചു തരാം ഗായ്സ്. ഓക്കെ കേട്ടാ, വിസിബിലിറ്റി കേട്ടാ, ഒരു രക്ഷയില്ല. മീനുകളെല്ലാം ഇവിടെ ഉണ്ട്. എന്ത് രസമല്ലേ. ഇത് ഞാനൊക്കെ ഇതിനെ കാർട്ടൂണിലേ കണ്ടിട്ടുള്ളൂ. അടുത്ത് കണ്ട ആദ്യം കേട്ടാണ്. എടാ പോലെ ഒരു രക്ഷയില്ലോ. ചാടി പിടിക്കട്ടെ അതിനേക്ക. ഒരു കാർട്ടൂണിൽ കാണുന്ന മീനെ കണക്കുണ്ട്. കൊച്ചിലെ കാർട്ടൂണെ കാണുമ്പോഴേ. ഗായ്സ് അപ്പോൾ ഞാൻ സ്നോർക്ലിംഗ് ചെയ്യാൻ പോവുകയാണ്. ഫസ്റ്റ് ടൈമാണ് ഞാൻ സ്നോർക്ലിംഗ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. കാരണം വെച്ചാൽ വെള്ളത്തിൽ കിടക്കുമ്പോൾ തന്നെ മീനൊക്കെ വന്ന് നമ്മൾ പൊതിയുന്നുണ്ട്. ഗായ്സ് സത്യം പറഞ്ഞുണ്ടല്ലോ, നമ്മൾ പണ്ട് കാർട്ടൂണിൽ കാണുന്ന മീനില്ലേ, അത് കണക്കുണ്ട് ഈ മീനെല്ലാം. അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള മീനുകളാണ് എല്ലാം. ഒരു രക്ഷയില്ല. എല്ലാ മീനുകളും എന്നെ അങ്ങ് പൊതിഞ്ഞ്. സ്നോർക്കലിംഗ് ഒക്കെ ആയിട്ട് എല്ലാവരും സ്കൂബ ഡൈവിങ് ചെയ്യാൻ ഇറങ്ങാണ്. എല്ലാവരും ഓരോരുത്തരായിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഇറങ്ങുന്നതായിരിക്കും. ഗായ്സ് അങ്ങനെ നമ്മൾ സ്കൂബ ഡൈവിങ് ചെയ്യാൻ പോവുകയാണ്.
ഗൈസ്, അപ്പോൾ നമ്മൾ ഇത്രയും നേരം കണ്ടത് കടലിൻ്റെ മുകളിലുള്ള കാഴ്ചകളാണ്. പക്ഷേ ഇനി നമ്മൾ കാണാൻ പോകുന്നത് കടലിൻ്റെ അടിയിലുള്ള കാഴ്ചകളാണ്. നമ്മൾ താഴേക്ക് പോകുന്നതനുസരിച്ച് നമ്മുടെ മീനുകൾ പൊതിയുന്നുണ്ട്. കടലിൻ്റെ അടിയിൽ ഇനിയുള്ള കാഴ്ചകൾ നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയുക ഗൈസ്. നമ്മൾ കടലിനടിയിലേക്ക് പോകുമ്പോഴേ ഈ മീനുകളുണ്ടല്ലോ നമ്മളെ പൊതിയും. ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതല്ല. ഗായ്സ്, ഒരു നിമിഷം ഞാൻ ആലോചിച്ചു പോകണം എന്തുകൊണ്ട് ഇത്രയും നാൾ ഞാൻ ഗോവയിൽ വന്നില്ല എന്ന്. കാരണം നിങ്ങൾ നോക്ക്, ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. കടലിനൊക്കെ ഇത്രയും ഭംഗിയുണ്ടെന്ന് നമ്മൾ കടലിലേക്ക് ഇറങ്ങിപ്പോയാൽ നമുക്ക് അറിയാൻ സാധിക്കുന്നുള്ളൂ. കാരണം എനിക്ക് എൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെ എക്സ്പ്രസ് ചെയ്ത് തരണമെന്ന് എനിക്ക് അറിയത്തില്ല. അത്രയ്ക്ക് ഒരു രക്ഷയില്ല. നോക്കിയേ വ്യൂ, നോക്കിയേ. ഒരു ദ്വീപിൽ നമ്മൾ വന്നിട്ട് ഒരു രക്ഷയില്ല, അത്രയ്ക്ക് ഭംഗിയുണ്ട്. എന്തായാലും സലാല ഹോളിഡേയ്സിനെ കോൺടാക്ട് ചെയ്യാനുള്ള കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിലും സ്ക്രീനിലും കൊടുത്തേക്കാം. ഗോവയിൽ വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരെ മസ്റ്റായിട്ട് ബിലാൽ ബ്രോയെ കോൺടാക്ട് ചെയ്യുക, ബിലാൽ പാക്കേജ് കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് അവർ തരുന്നതായിരിക്കും, അതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട്. പുള്ളി ഇതുവരെയായിട്ട് വെള്ളത്തിൽ നിന്ന് കയറിയിട്ടില്ല, പുള്ളി അറുമാദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെയായിട്ടും കയറിയില്ല, അത്രയ്ക്ക് ഹാപ്പിയാണ്. മണിക്കൂർ എത്രയാണെന്ന് അറിയോ വെള്ളത്തിൽ കിടക്കാൻ തുടങ്ങിയിട്ട്. ഗായ്സ്, ഈ സൺസെറ്റും കണ്ട് നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോവാണ്. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും ബായ്. ഗായ്സ്, ഞാൻ നിങ്ങൾക്ക് ഒരു കാഴ്ച കാണിച്ചു തരാം. എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലത്തെ ഒരു കാഴ്ച കാണുന്നത്.